1/2 மணி நேரம் ஆச்சு, அவனுக்கு கால் பண்ண. என்ன ഫോൺ എടുക്കുന്നില്ല. മറുപടിയും അവന് കാപ്പ്. ഇല്ല, എന്നോട് അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആപ്പുക്ക് മേലെ ആപ്പ് വാങ്ങണം വലിക്കലേன்ற. ഞാൻ പൂജ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പൊണ്ണേ, ആ ബാലു, പൂജയോ? ഇല്ല, അറിയില്ല. വൈകുന്നേരം കാണാന്നാ പറഞ്ഞേ. ഇല്ല, അറിയില്ല ബാലു. ഓക്കെ. അവനും ചോദിച്ചടി പൈസ. കാശ് എടുത്തുള്ള പ്രേമൊന്നും എന്തായാലും വേണ്ട. സ്വിച്ച് ഓഫ്. ആ എടാ, ഞാൻ ട്രാഫിക് ബ്ലോക്കിലായിരുന്നു, അതാ ഫോൺ എടുക്കാത്തത്. എന്താടാ? അല്ല, ഇത്രയും നേരമായിട്ടും വിളിക്കാത്തത് കൊണ്ടാ. എടാ മോനെ, എന്തിനാടാ ടെൻഷൻ ആവുന്നത്? 10,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ഇതിലും വലിയ തുക ഒറ്റയടിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ. ഇപ്പൊ ചില ചെറിയ തടസ്സങ്ങൾ, ഉടനെ റെഡിയാകും. നീ കൂളായിട്ടിരിക്കും. എടാ എനിക്ക് ഇതാരാ വന്നൊക്കെ നോക്കിയേ. കേറി വാ ജെസി. ആഹാ, സൂര്യ കൊണ്ടുവന്നില്ലേ? ഇല്ല, പോകുന്ന വഴിയാ. അപ്പൊ ഇവനെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഞാൻ എന്നാ ചായ എടുക്കാം. ഇരിക്കടാ അളിയാതെ. എടാ, ആദ്യമൊക്കെ ഈ ഞാനും ജെസിയും തന്നെ 5-6 വർഷം ഡൈവോഴ്സിന് തീരുമാനിച്ചാ. പിന്നെയാ എനിക്ക് ഈ സംഗതികളുടെ കിടപ്പ് മനസ്സിലായി. ചുമ്മാ സോപ്പിട്ടങ്ങ് നിന്ന് കൊടുത്താൽ മതി. അവർക്ക് സന്തോഷമായും ചെയ്യാം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുകയും ചെയ്യാം. ഇത്രയേ ഉള്ള അളിയായി പെണ്ണെന്ന് പറഞ്ഞാൽ. ഇനി അതല്ലെങ്കിൽ മോനെ ചപ്പാത്തിക്കൊല്ലേറും കിട്ടും 3.5 തരം. പിന്നെ നിനക്കറിയോ എവിടെ ഈ രണ്ടാമത്തെ പ്രസവത്തിനായി നിർത്തി. എനിക്കൊരു 10,000 രൂപ വേണം, അർജന്റാ. എൻ്റെ അളിയ, നിനക്കേ ഒരു 1/2 മണിക്കൂർ നേരത്തെ വരായിരുന്നില്ല? അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ഫോൺ കോൾ. ഈ അമ്മായിപ്പനെ എന്തോ വസ്തു കച്ചവടന്നോ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പോഴാണ് ബാങ്കിൽ കിടന്ന കാശ് മുഴുവൻ എടുത്തോണ്ട് പോയെ. ഇനിയിപ്പോൾ ചിലപ്പോൾ 10,000 കാണത്തുള്ളൂ. അവനോട് ഞാനൊന്ന് ഇറങ്ങട്ടെ. ഉച്ചയ്ക്ക് മുമ്പ് സൂര്യൻ കൂട്ടി വന്നാൽ ലഞ്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നോക്കട്ടെ ചേച്ചി. ആ, പിന്നെ ദേ വരുവാണെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ. എന്നാടാവേ, അവക്ക് വല്ല സമ്മാനം മേടിച്ചു കൊടുത്ത് സോപ്പിടാണോ പരിപാടിയിലാണോ? അല്ല, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ബി. പോട്ടെ. ആ, யாரு அவனா? വീട്ടിൽ നിന്ന് അമ്മേ എടുത്തോട്ടെ. എവിടെയാടോ കുട്ടാ? ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ? കഴിഞ്ഞമ്മ. എന്നിട്ടെന്താ നേരത്തെ വിളിക്കാതിരുന്നേ? വിളിക്കാൻ തുടങ്ങുമായിരുന്നമ്മ. ഇന്റർവ്യൂ കഴിഞ്ഞു, അതൊക്കെ. ഇനി വോയിസ് ടെസ്റ്റ് കൂടെ കഴിയണം, എന്നാലേ ജോലി ശരിയാവുള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അത്. ഏതായാലും മോൻ തണുത്തൊന്നും കഴിക്കണ്ട. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. മോൻ സമാധാനായിട്ടിരിക്കേ. മോനിപ്പോ എവിടെയാ? ഞാൻ ഇന്റർവ്യൂ നടക്കുന്നതിന് അടുത്ത് തന്നെ അമ്മ. നേരത്തെ തിരിക്കാൻ പറ്റൂലോ? എത്രയും പെട്ടെന്ന്. ട്രെയിനിൽ കയറിട്ട് വിളിക്കണേ മോനെ. ഞാൻ വെക്കട്ടെ അമ്മ. ശരി.
എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. നിസ്സാര പൈസയുടെ കാര്യമല്ലേ ഉള്ളൂ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. രക്ഷയില്ലെങ്കിൽ പിന്നെ അമ്മാവനെ പോയി കാണേണ്ടി വരും, ഇരക്കേണ്ടി വരും. സാർ 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 വേണ്ടേട്ടാ, അങ്ങേരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. സാർ ഒരു കൂടി വേണ്ടെന്നല്ലേ പറഞ്ഞേ. ഒരു മിനിറ്റ്, താൻ പോയേ. സാറേ, ഇത് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള അനുകമ്പ ലോട്ടറിയാ സാറേ. എന്നാ സഹായിക്കടോ. ഒരു 10,000 രൂപ നിന്നെ കൂടെ സഹായിക്കേ. ഓ, അതിന് ചേട്ടനെ തന്നെ ചൂടാവുന്നു. വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാ പോരെ. താൻ പോയേ. എടാ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, പറ്റുമോ? ഓക്കെ. അല്ല, എന്തിനാ നിനക്കിപ്പോ കാശ്? അമ്മാവ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ. ഹോസ്പിറ്റൽ കേസാ, അത്യാവശ്യമായോണ്ടാ. അതിന് നിനക്കിപ്പോ 10,000 രൂപ ബ്ലേഡ് വലിച്ചെടുക്കേണ്ട കാര്യം എന്താ? അല്ലാതെ തന്നെ അറേഞ്ച് ചെയ്യാലോ. നോക്കി നടക്കുന്നില്ല. എന്റെ മോനെ, ഈ ഭാസ്കരൻ കടം കൊടുക്കലൊക്കെ അങ്ങ് നിർത്തി. അതാ പറഞ്ഞത്, പലിശയ്ക്ക് തരാൻ. ഒരു മിനിറ്റ്. ആ, 5 മാസമായിട്ട് നിന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഇവിടെ ഇരിക്കുക. ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിനക്ക് പൈസ തരാം. അല്ലെങ്കിൽ തന്നെ ഈ ചെറുപ്രായത്തില് പലിശയ്ക്ക് എടുത്ത് കൂട്ടുകാരെ സഹായിക്കേണ്ട കാര്യം എന്താ? ഇനി നിന്റെ തള്ളേകാനും പറഞ്ഞ അമ്മാവനായ ഞാൻ സഹായിച്ചു എന്നും പറഞ്ഞ് എന്നെ മേലെ തട്ടിക്കയറും. അമ്മാവ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിഷോറെ, നീ ഒന്ന് പോയേ, ചുമ്മാ സമയം മെനക്കെടുത്താനായിട്ട്. ഹലോ, കളക്ഷന് പോയിട്ട് സോഡി ദൂരെത്തിയില്ലേ? അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ആ, മനോജേട്ടാ, എവിടെയുണ്ട്? എന്താ കണ്ടില്ലേ? സർ, ഞാനത് ശ്രദ്ധിച്ചില്ല. ആ, അഡ്രസ് പറഞ്ഞോ സർ, പ്ലീസ്. ഐഡന്റിറ്റി കാർഡ്. സർ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തേലും തന്നിട്ട് പോടെ. ഇതേ ഉള്ള ആ സൈഡിലേക്ക് മാറിയെന്ന് വിളിച്ചോ. ഒതുങ്ങിന്ന്